ഹായ് ഹലോ വെരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പൂരാട ദിവസമാണ്. ഞാനും ജാനുകൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസും മീനും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം നമ്മൾ എന്തിനാണ് ഇത്ര തിരക്കിട്ട് ഞാൻ പണിയൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഇന്ന് വരുന്നുണ്ട്, ലീവ് കിട്ടി. അപ്പോൾ ഓണത്തിന് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം ഞങ്ങൾക്ക് വളരെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളിക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എന്താ വിശേഷം എന്ന് വെച്ചാൽ അവിടെ ഒരു ക്ലബ്ബിൽ ഏട്ടനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. ആർമിക്കാരനായതുകൊണ്ട് ഒരു ആദരവ് പോലെ അവർ ചെറിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തേന്മാവിലോണം എന്നാണ് ഈ ഒരു ഓണാഘോഷത്തിൻ്റെ പേര് കേട്ടോ. എൻ്റെ ബ്രദറും കുറച്ച് റിലേറ്റീവ്സും ഒക്കെ കൂടി തുടങ്ങിയിട്ടുള്ളൊരു ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാ വർഷവും നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടന് തൻ്റെ സ്വീകരണമൊക്കെ കിട്ടി, പൊന്നാടയും ഒരു ട്രോഫിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജാനുവിയുടെ ഒരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ചെറുതായിട്ടൊരു പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഏട്ടൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ജാനിക്ക് പ്രൈസ് കൊടുത്ത ഏട്ടൻ തന്നെയാണ് കേട്ടോ. ഡാൻസ് കളിച്ചതിനാണ് ജാനിക്ക് ഈ ഒരു പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉത്രാട ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ജാനിക്ക് കിട്ടിയ പ്രൈസ്. പിന്നെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ തന്നെ അത്തപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അത്തപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അത്ത വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ പിന്നെ അത്ത വിട്ടിട്ട് കിടക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി. അങ്ങനെ ഞാനും ഏട്ടനും കൂടി അത്ത ഇടുകയാണ്. ഇപ്രാവശ്യം അത്തപ്പൂക്കളത്തിൻ്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളും പൂക്കളും എല്ലാം ഇട്ടത് ഏട്ടൻ തന്നെയായിരുന്നു കേട്ടോ. ഞാനൊരു ഹെൽപ്പിന് കൂടെ നിന്നേ ഉള്ളൂ. മുഴുവൻ എഫേർട്ടെല്ലാം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഗംഭീരമായി ഞങ്ങൾ രാത്രിയിൽ തന്നെ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് പിറ്റേ ദിവസം തിരുവോണ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ട് വാതിലൊക്കെ തുറന്നു. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഇങ്ങനെയാണ് കേട്ടോ അത്തം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് തിരിയൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. വന്നിട്ട് ഞാൻ വാതിലിൽ തിരി കൊളുത്തി. എന്നും ഞാനിങ്ങനെയാണ് കേട്ടോ, വിളക്ക് വെക്കുമ്പോൾ വാതിൽ പടിയിൽ രണ്ടിടത്തും വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അത്തത്തിന് ചുറ്റും വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. മൺചിരാതിലാണ് കേട്ടോ ഞാൻ വിളക്കൊക്കെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെളിയിൽ പൂജ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെളിയിലൊക്കെ തിരി വെച്ചിട്ട് പിന്നെ ഞാൻ അകത്ത് എൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി വിളക്കൊക്കെ കത്തിച്ചു. പൂജയെല്ലാം നല്ലതായിട്ട് ചെയ്തു. പിന്നെ തിരുവോണ ദിവസം ഗംഭീരമായി പൂജയൊക്കെ ചെയ്ത് നല്ല തൃപ്തിയോടുകൂടി പൂജയൊക്കെ ചെയ്ത് തിരുവോണ ദിവസം ഞാൻ സ്റ്റാർട്ടായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരുവോണ ദിവസം ആരംഭിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകണം. പിന്നെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. രാവിലെ തന്നെ ഞാൻ സദ്യയൊക്കെ ഒരുക്കി കേട്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു ചടങ്ങ്, രാവിലെ നമ്മൾ വെള്ളം പോലും കുടിക്കുന്നതിന് മുമ്പ് തന്നെ പല്ലി ഊട്ടുക എന്ന് പറയും. അരിമാവിൽ കൈ പതിപ്പിച്ചിട്ട് നമ്മുടെ പ്രധാന വാതിലുകളിൽ കൈ പതിപ്പിക്കുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉറുമ്പൂട്ടലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തിരുവോണ ദിവസം രാവിലെ എന്തെങ്കിലും വെള്ളമോ ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് പല്ലിക്കും ഉറുമ്പുകൾക്കുമൊക്കെ ആഹാരം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പം അരി വറുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയും ശർക്കരയും കൂടി ഒഴിച്ചിട്ട് നമ്മളത് ഉറുമ്പിന് വെക്കും കേട്ടോ. ഒരു ഇലയിൽ നമ്മൾ വീടിൻ്റെ 4 മൂലയ്ക്കും കൊണ്ടുവന്ന് ഉറുമ്പിന് സമർപ്പിക്കും. അങ്ങനെ ഒരു വിശ്വാസമാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ വെള്ളം പോലും കുടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആചാരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് സദ്യയെല്ലാം കഴിഞ്ഞു. സദ്യ കഴിച്ചില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ 3 പേരോടെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ജാനുതണ്ട പട്ടുപാടയും മുടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി ഇരിപ്പുണ്ട്. ഞാനും ഇന്ന് സെറ്റ് സാരിയൊക്കെയാണ് കൊടുത്തിട്ട് ഓണമല്ലേ. അപ്പോൾ നമ്മൾ മലയപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മൾ ക്ഷേത്രത്തിലെല്ലാം തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരുവോണ ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് സെറ്റ് സാരിയിലൊക്കെ വന്ന് നല്ല സുന്ദരന്മാരായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മലയപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പൂക്കളം കേട്ടോ. വളരെ വലുതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലിരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് പിതൃക്കന്മാർക്ക് ആദ്യമേ നമ്മൾ ഊണൊക്കെ വിളമ്പി വെച്ചു ഇലയിൽ. പിതൃക്കന്മാർക്കും അങ്ങനെ വിളക്കിന് വെക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അത് ഫസ്റ്റ് തന്നെ കഴിഞ്ഞു. എല്ലാ കൂട്ടവും വിളമ്പി വെച്ചു. പായസം ഉൾപ്പെടെ എല്ലാ കൂട്ടങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സദ്യ കഴിക്കുന്നത്. ഫസ്റ്റ് പിതൃക്കന്മാർക്ക് വെക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബ്രദറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഊണ് കഴിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ തിരുവോണ വിശേഷം.